കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, സൂക്ഷിച്ചു നോക്കിയാൽ സത്യവേദ പുസ്തകം എത്രയോ രസകരമാണ്. എത്രയോ വിധ വിഷയങ്ങളാണ് അതിലുള്ളത്. രാജ്യചരിത്രം, ജീവചരിത്രം, കവിത, ഉപദേശ പ്രഭാഷണം, ഉപദേശ സംഹിത, പ്രവചനങ്ങൾ, ഉപദേശങ്ങൾ, ചെറുകഥകൾ, സന്മാർഗ തത്വങ്ങൾ, വൈദ്യോപദേശങ്ങൾ, ആരാധനാ രീതികൾ, സന്തോഷ തത്വങ്ങൾ, സന്താപ ഗാനങ്ങൾ മുതലായവയൊക്കെയും അതിലുണ്ട്. അവയുടെ കർത്താക്കളിൽ രാജാക്കന്മാര്, ആട്ടിടയന്മാര്, പണ്ഡിതർ, പാമരർ മുതലായവർ ഉൾപ്പെടുന്നു. പുസ്തകമോ വളരെ പുരാതനവുമാണ്. ക്രിസ്തുവിന് ഏകദേശം 1500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മോശ മുതൽ ക്രിസ്താബ്ദം 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്ലിമ്മീസ് വരെ 40ഓളം പരിശുദ്ധന്മാരത്രേ ഈ ഗ്രന്ഥം എഴുതിയത്. എങ്കിലും അവയിൽ വാസ്തവവിരുദ്ധമായി ഒന്നും കാണുന്നില്ല. എന്നല്ല, അത്ഭുതകരമായ ഒരു ഐക്യത ഉണ്ട് താനും. ഓരോ പുസ്തകവും ഓരോ ലിഖിതവും ഓരോ വിധത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒരേ ഒരു മാണിക്യത്തെയാകും. ആ ദിവ്യ മാണിക്യം നമ്മുടെ മശിഹ തന്നെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അധിക ഭാഗവും മശിഹ ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും അദ്ദേഹത്തിന്റെ വംശാവലി, നാമം, ജന്മസ്ഥലം, സ്വഭാവം, സേവനം, ഒറ്റിക്കൊടുക്കലിന്റെ കൃത്യത, വസ്ത്രവിഭജനം, വധം, മരണമൊഴി, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പെന്തിക്കൊസ്തി ഇവയെക്കുറിച്ച് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പഴയ നിയമം പ്രവചനവും പുതിയ നിയമം നിവൃത്തിയുമായി. പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമം അടിത്തറയും പുതിയ നിയമം കെട്ടുമണിയുമാവും. ഏവം വിധം വിശുദ്ധ വേദപുസ്തകം ആദ്യ അവസാനം മനോഹരമത്രേ. പ്രിയമുള്ളവരെ, അനുഭവിച്ചാൽ അറിയാം, തിരുവചനങ്ങൾ മധുരമേറിയവയാണ്. അവ സ്വർണത്തെക്കാളും നല്ല രത്നങ്ങളെക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടയെക്കാളും മധുരമുള്ളവയും ആകുന്നു. ഒരു പുണ്യവാൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് വായിച്ചു: ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ സംസാരിക്കുന്നു. എത്ര ശ്രേഷ്ഠമാണ് ആ വാക്കുകൾ. ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവയൊക്കെയും പഴകിപ്പോകും. മിക്ക പുസ്തകങ്ങളും ഒരു പ്രാവശ്യം മാത്രമേ ആളുകൾ വായിക്കൂ. ചുരുക്കം ചില പുസ്തകങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സത്യവേദ പുസ്തകം പഴകുന്നില്ല. അത് എത്ര പ്രാവശ്യം വായിക്കുന്നുവോ അത്രയും നല്ലതെന്ന് അനുഭവസ്ഥ ഭക്തന്മാർ പറയുന്നു. അവയിലെ ആശയങ്ങൾക്ക് എന്നും ഒരു പുതുമയും ശക്തിയുമുണ്ട്. ശതാബ്ദങ്ങൾ കടക്കവേ പല ജാതിക്കാരും മതക്കാരും ആ വിശുദ്ധ പുസ്തകത്തിൽ നിന്ന് ജ്ഞാനവും പ്രബോധനവും ദിവ്യ പ്രേരണയും സമ്പാദിച്ചിട്ടുണ്ട്. ഇത് ആത്മശക്തിയുടെ ഒരു അടിസ്ഥാനമാണ്. ഈ വിശുദ്ധ ഗ്രന്ഥം നാം നിത്യവും വായിക്കണം. ആദരവോടെ വായിക്കണം, ശ്രദ്ധയോടെ വായിക്കണം. നാം വായിക്കുന്ന വചനങ്ങൾ വഴിയരിയിലോ പാറപ്പുറത്തോ മുള്ളുകളുടെ ഇടയിലോ വീണ വിത്ത് പോലെയായി പോകരുത്. എന്നാലോ നല്ല നിലത്ത് വീണ വിത്തുകൾ പോലെയായി ഭവിക്കണം. 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഇടയാകണം. പല പരിശുദ്ധന്മാരെയും പ്രതിഷ്ഠാ ജീവിതത്തിലേക്ക് ആകർഷിച്ചത് ഈ ദിവ്യ വചനങ്ങൾ ആയിരുന്നു. പരിശുദ്ധന്മാരെ പരിശുദ്ധന്മാരാക്കി തീർത്ത പല മാർഗങ്ങളിൽ ഒന്ന് ഈ വിശുദ്ധ ഗ്രന്ഥ പാരായണവും ആയിരുന്നു. ഒരുവൻ ലോകമൊക്കെയും സമ്പാദിക്കുകയും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ എന്ത് പ്രയോജനമുള്ളൂ എന്ന ചോദ്യം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. സമ്പത്തിലോ ദാരിദ്ര്യത്തിലോ സന്തോഷത്തിലോ ദുഃഖത്തിലോ സുഖത്തിലോ രോഗത്തിലോ പുരോഗമനത്തിലോ അധോഗതിയിലോ ഏതൊരു അവസ്ഥയിലും ഇരിക്കുന്നവർക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് തക്കതായ ഉപദേശം കണ്ടുപിടിച്ച് ദിവ്യാനന്ദം ആസ്വദിക്കുവാൻ സാധിക്കും എന്ന് ഓർപ്പിക്കട്ടെ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിயின் അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മിൽ സ്ഥിരതയും ആശ്വാസവും ഉളവാക്കട്ടെ. അത് ഈ സത്യവേദ പുസ്തകം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അനുഗ്രഹീതരാകുവാനുള്ള തീരുമാനം ഈ വിശുദ്ധ വലിയ നോയമ്പിൽ എടുക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നന്മകൾ നേരുന്നു.
അനുഗ്രഹിക്കപ്പെട്ട നോമ്പും അതിൻ്റെ പൂർത്തീകരണവും തമ്പുരാൻ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.